നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകളാണ്. എനിക്കത് ചെയ്യണം, ഇത് ചെയ്യണം, എനിക്ക് ഒരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ കുറച്ച് പണം സമ്പാദിക്കണം, അല്ലെങ്കിൽ ജോലിയിൽ കുറച്ച് ഉയർച്ച വേണം, വീടൊന്ന് നല്ലത് വെക്കണം, ഒരു കാർ വാങ്ങിക്കണം തുടങ്ങിയ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ തുടങ്ങുകയും ചെയ്യും. അപ്പം നമ്മുടെ മനസ്സ് പറയും, ഇതൊന്നും എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഇത്രയുമൊക്കെ ആയില്ല, എന്നെ കൊണ്ടൊന്നും അതിന് കഴിയില്ല തുടങ്ങിയ കാര്യങ്ങൾ, എൻ്റെ വളർച്ച മുരടിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുകയും അതവിടെ ഇടുകയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യും. എന്നാൽ ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, ലോകത്ത് ഒരുപാട് ആളുകളുടെ പ്രശ്നമാണിത്. ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. സൈക്കോളജിസ്റ്റുകളും മനഃശാസ്ത്രജ്ഞരൊക്കെ ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒട്ടനവധി വ്യക്തികൾ എന്തുകൊണ്ടാണ് ചില ആളുകൾ മാത്രം വിജയിക്കുന്നത്, ചില ആളുകൾ മാത്രം പരാജയം എല്ലാ സമയത്തും ഒന്നും നേടാതെ അവരുടെ ജീവിതം അവസാനിക്കുന്നു എന്നതിനെ കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ മുഴുവനും മഹാഭൂരിപക്ഷം ആളുകളും കണ്ടെത്തിയത് അത് അവരുടെ മൈൻഡ് സെറ്റാണ് അതിന് കാരണമെന്നാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ മനസ്സാണ് അതിന് കാരണമെന്നാണ്. നാം മനസ്സുകൊണ്ട് എന്ത് ചിന്തിക്കുന്നു അതായി തീരുമെന്ന് നാം ധാരാളം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മുടെ വിജയവും നമ്മുടെ പരാജയവും നമ്മുടെ അച്ചീവ്മെന്റും നമ്മുടെ ഫെയിലിയറും എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ മൈൻഡ് സെറ്റാണ് എന്ന് നാം മനസ്സിലാക്കുക. മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നാം ജീവിതത്തിലെ കാര്യങ്ങളെയും ജീവിതത്തിലെ അനുഭവങ്ങളെയും ജീവിതത്തിൽ സംഭവിക്കുന്നതിനെയും ഒക്കെ നോക്കിക്കാണുന്ന ഒരു രീതിയാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. രണ്ടു തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്. ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ്. ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണ് എൻ്റെ വളർച്ച മുരടിച്ചിരിക്കുന്നു, എന്നെ കൊണ്ട് ഇനി അതൊന്നും കഴിയില്ല, ഇനി എത്ര കാലം കൊണ്ടാണ് ഞാൻ പ്രവർത്തിച്ചാൽ അവിടെ എത്തുക, അപ്പൊ അതിനൊന്നും ബാക്കി എനിക്കില്ല, അതിന് മാത്രം കരുത്തൊന്നും എനിക്കില്ല എന്ന രീതിയിലുള്ള ചിന്തകൾ. അതായത് സ്ഥിരപ്പെട്ട എൻ്റെ വളർച്ച സ്ഥിരപ്പെട്ടിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു, ഇനി ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി എന്ന് കരുതുന്ന മൈൻഡ് സെറ്റാണ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരു പ്രതിസന്ധി വന്നാൽ ഞാൻ പരിശ്രമിച്ചാൽ അത് നടക്കും. നമ്മളോട് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്, നമുക്ക് ജീവിതത്തിൽ വേണമെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം, ഒരുപാട് വിജയിച്ച ആളുകളുണ്ട്, ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഇനി അതൊന്നും പറ്റില്ല എന്നാണ് എങ്കിൽ നമ്മൾ ഈ ഫിക്സഡ് മൈൻഡ് സെറ്റാണ്. അതല്ല, എന്നാൽ ഒന്ന് പരിശ്രമിച്ചു നോക്കാം, ഒരുപാട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസ് അത് പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരും, അത് നമുക്ക് ലഭിക്കും എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത് എങ്കിൽ നമ്മുടേതൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. അതോടൊപ്പം നമ്മൾ പരാജയത്തെ ഭയപ്പെട്ടുകൊണ്ട് പരാജയം, ഞാനിത് ചെയ്താൽ അത് പരാജയപ്പെടും, എൻ്റെ സ്വഭാവം അതാണ്, ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഫിക്സഡ് മൈൻഡ് സെറ്റാണ്. എന്നാൽ നാം എന്തെങ്കിലും ചെയ്താൽ, ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെനിക്കൊരു സാധ്യതയാണ്, എൻ്റെ ഇന്നാലിൻ്റെ കാര്യം കൊണ്ടാണ് അത് പരാജയപ്പെടാൻ കാരണം, അതൊന്നുകൂടി പരിശ്രമിച്ചാൽ, ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് പരിശ്രമിച്ചാൽ എനിക്ക് വിജയിക്കാൻ കഴിയും എന്ന രീതിയിലാണ് നാം പരാജയത്തെ നേരിടുന്നത് എങ്കിൽ നമ്മുടെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. അതുപോലെ ആരെങ്കിലും നമ്മുടെ ഒരു പ്രവർത്തനത്തെ കുറിച്ച്, നമ്മുടെ ഒരു ക്ലാസ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രവർത്തനത്തെ കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയുകയാണ് എങ്കിൽ അതിനൊരു ക്രിറ്റിസിസമായി കണ്ടുകൊണ്ട്, ഒരു കുറ്റപ്പെടുത്തലായി കണ്ടുകൊണ്ട് നാം അതിനെ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റാണ്. അല്ലാതെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് ഫീഡ്ബാക്ക് ചോദിച്ചുകൊണ്ട് അതിനെ ഒരു സാധ്യതയായി കണ്ടുകൊണ്ട്, ഒരു ഫീഡ്ബാക്ക് ലഭിക്കുന്നതായി കണ്ടുകൊണ്ട് അതിൽ നിന്ന് തിരുത്താൻ നമ്മൾക്ക് ബെറ്ററായി മാറാനുള്ള സാഹചര്യങ്ങളെ കണ്ടെത്തുകയാണ് എങ്കിൽ നമ്മുടെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. അതോടൊപ്പം നമ്മുടെ കൂടെയുള്ളവരുടെ ആരുടെയെങ്കിലും വിജയമോ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ അവർക്ക് വരുന്നൊരു ഗുണത്തിലോ നമുക്ക് മാനസികമായി പ്രയാസവും അസൂയയും തോന്നുന്നുവെങ്കിൽ നമ്മുടേത് ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റാണ്. അതല്ല, മറ്റുള്ളവരുടെ വിജയത്തെ നമ്മൾ ആഹ്ലാദപൂർവ്വം സ്വീകരിക്കുകയും അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവനത് ആവാമെങ്കിൽ എനിക്കും ഇത് കഴിയുമല്ലോ എന്ന രീതിയിൽ അതിൽ നിന്നൊരു മോട്ടിവേഷൻ ലഭിക്കുന്ന രീതിയിലാണ് നമ്മൾ ഉള്ളത് എങ്കിൽ നമ്മുടേത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്.
കഠിനാധ്വാനത്തെ കുറിച്ച് പറയുമ്പോൾ അതൊന്നും ഇനി ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ഇത്രയൊക്കെ ഉണ്ടാകുകയുള്ളൂ, എത്ര അധ്വാനിച്ചിട്ടും കാര്യമില്ല എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ നമ്മുടെ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റാണ്. അതല്ല, ഞാൻ എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നോ, എത്രമാത്രം എഫേർട്ട് ചെയ്യുന്നോ, അതിന് എഫേർട്ട് ഇടുന്നോ, അതിനനുസരിച്ച് എനിക്ക് വളർച്ചയുണ്ടാകും, അത് എന്നെ ബെറ്റർ ആക്കും, എൻ്റെ ബെസ്റ്റ് വേർഷനിലേക്ക് അത് നയിക്കും എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. നമ്മൾ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സഡ് മൈൻഡ് സെറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി മഹാഭൂരിപക്ഷം ആളുകളുടെ മനസ്സിനെ ശ്രദ്ധിച്ചാൽ, ആറ്റിറ്റ്യൂഡിനെ ശ്രദ്ധിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ഫിക്സഡ് മൈൻഡ് സെറ്റിന്റെ ഭാഗത്തായിരിക്കും കൂടുതൽ ഉണ്ടാകുക. അതിനെ തിരുത്തണം. നമ്മളിൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരണം. ജീവിത വിജയത്തിനെ സഹായിക്കുന്ന 12 നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ 11 നിയമങ്ങളെ കുറിച്ചും 11 വീഡിയോകളിലായി നാം വിശകലനം ചെയ്തു. അതൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിൽ കാണാവുന്നതാണ്. 12ാമത്തെ നിയമമായ ലോ ഓഫ് ഗ്രോത്തിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്താലാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുക എന്നതാണ് ഈ നിയമം കൊണ്ട് വിവക്ഷിക്കുന്നത്. അതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. അതിന് ആദ്യമായി വേണ്ടത് നമ്മുടെ ഈ ഫിക്സഡ് മൈൻഡ് സെറ്റുകളും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെയും നാം തിരിച്ചറിയുക എന്നതാണ്. ഏതൊക്കെ മേഖലയിലാണ് എൻ്റെ മനസ്സ് ഫിക്സഡ് ആയിരിക്കുന്നത്, എനിക്കതൊന്നും കഴിയില്ല, അതൊക്കെ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നത് എന്ന് നാം തിരിച്ചറിയുകയും ആ മേഖലയിൽ നമ്മൾ കൃത്യമായി വർക്ക് ചെയ്യുകയുമാണ് വേണ്ടത്. അതോടൊപ്പം നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും തിരിച്ചറിഞ്ഞുകൊണ്ട് സ്ട്രെങ്ത്തിനെ കൂടുതൽ ഉപയോഗപ്പെടുത്താനും വീക്ക്നെസ്സുകൾ ഏതൊക്കെ എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പോസിറ്റീവായി മാറ്റാനും സ്ട്രെങ്ത് കൊണ്ട് മറികടക്കാനും ഏതെങ്കിലും തിരുത്തപ്പെടേണ്ട വീക്ക്നെസ്സുകളാണ് എങ്കിൽ അത് തിരുത്താനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ വളർച്ച നേടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാം. അതോടൊപ്പം നമ്മുടെ ചലഞ്ചസുകളെ, നമ്മുടെ പ്രതിസന്ധികളെ, നമ്മുടെ തടസ്സങ്ങളെ, നമ്മുടെ കുറവുകളെ ഒക്കെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു സാധ്യതയായി കണ്ടെത്തുകയും ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളെ ശരിയാക്കി എടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കുക. അതിനുവേണ്ടി നമ്മൾ കൂടുതൽ പഠനങ്ങൾ നടത്തുക, കൂടുതൽ അറിവുകൾ നേടിയെടുക്കുക. ഏതെങ്കിലും സ്കില്ല് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ സ്ഥിരമായിട്ട് ചെറിയ ചെറിയ സ്കില്ലുകൾ നാം പഠിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ നമ്മുടെ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റിനെയും നമുക്ക് ഇവിടെയൊന്നുമല്ലാതെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ സൃഷ്ടിക്കപ്പെടും. അതോടൊപ്പം നാം ഏതെങ്കിലും ഒരു സ്കില്ല് പഠിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോൾ നമ്മൾ അച്ചീവ് ചെയ്താൽ ചെറിയ ചെറിയ സ്മാൾ അച്ചീവ്മെന്റുകളും പ്രോഗ്രസ്സുകളും ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക, ആഘോഷിക്കുക. അതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഇതെന്നെ കൊണ്ട് കഴിഞ്ഞല്ലോ എന്ന രീതിയിൽ അതിനെ കൃത്യമായി ആ പ്രോഗ്രസ്സിനെ ട്രാക്ക് ചെയ്യുക. ഏറ്റവും നല്ല ആളുകളെ, ഒരു പോസിറ്റീവായിട്ടുള്ള ആളുകളെ നമ്മുടെ സറൗണ്ടിൽ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഉൾപ്പെടുത്തുക. ഒരു പോസിറ്റീവായിട്ടുള്ള എൻവിറോൺമെന്റ്, ഒരു സാഹചര്യം നമ്മൾ സ്വയം അറിഞ്ഞുകൊണ്ട് സൃഷ്ടിക്കുക. അങ്ങനെ ഈ ഏറ്റവും നല്ല ഫീഡ്ബാക്ക് തരാൻ കഴിയുന്ന ആളുകളുമായി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന ആളുകളിൽ നിന്ന് കൃത്യമായി ഫീഡ്ബാക്ക് എടുക്കുകയും ഏതെങ്കിലും കുറവുകളോ ഏതെങ്കിലും മാറ്റം വരുത്തേണ്ട കാര്യങ്ങളോ അവർ ചൂണ്ടിക്കാണിച്ചാൽ അതിനെ നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ട് അതിൽ നിന്ന് ഫീഡ്ബാക്കിനെ പോസിറ്റീവായി എടുക്കുക. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്ക് കുറച്ച് പരാജയങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് നാം പിന്മാറാതെ നേരെ മറിച്ച് നമ്മൾ ആ പരാജയത്തെ കൃത്യമായി വിശകലനം ചെയ്യണം. എന്തുകൊണ്ടാണ് എനിക്ക് ആ പരാജയം സംഭവിച്ചത്, ഞാൻ ഉദ്ദേശിച്ച കാര്യം നടത്താൻ എനിക്ക് എന്തേ കഴിഞ്ഞില്ല എന്ന് നാം നോക്കുകയും അപ്പൊ നമുക്കതിന്റെ പ്രശ്നങ്ങളെയും അതിന്റെ കാരണങ്ങളെയും കണ്ടെത്താൻ കഴിയും. അതിനെ നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. പരാജയങ്ങളെ സാധ്യതയായിട്ടും ഫീഡ്ബാക്ക് ആയിട്ടും ഒക്കെ നാം എടുത്ത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രവർത്തിക്കാൻ കരുത്തു പകരുന്ന രീതിയിൽ അതിനെ പോസിറ്റീവായി കാണുക. നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അച്ചീവ്മെന്റുകൾ ഉണ്ടായാൽ, ഏതെങ്കിലും തരത്തിലുള്ള ഗോളുകൾ അവർ അച്ചീവ് ചെയ്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായാൽ, അവരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ അതിനെ നമ്മൾ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുകയും അതിനെ ആഘോഷിക്കുകയും
അതിൽ നിന്ന് നാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പരിസരത്തെ നോക്കുക. നമ്മുടെ പരിസരത്തിൽ നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ എത്ര ആളുകൾ എന്തെല്ലാം ചെയ്തു. അപ്പൊ അവർക്കൊക്കെ ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കഴിയില്ല എന്ന് ആലോചിച്ചുകൊണ്ട് നമുക്കും കഴിയും, അതിനുള്ള കഴിവ് നമ്മളിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കൂടുതൽ വളരാനുള്ള സാഹചര്യങ്ങൾ മുന്നിലുണ്ട്, അവസരങ്ങൾ മുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള തകർച്ചകളോ തളർച്ചകളോ സംഭവിച്ചാൽ അതിൽ നമ്മൾ ടെൻഷൻ അടിച്ച് അവിടെ തന്നെ തങ്ങി നിൽക്കാതെ അതിനെ മറികടക്കാനുള്ള സാഹചര്യങ്ങളെ നാം സൃഷ്ടിച്ചെടുക്കുക. ഇതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തിയെടുക്കാനുള്ള കാര്യങ്ങൾ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് കൃത്യമായി കുറച്ചു സമയം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഇതിലേക്ക് വരിക. നമ്മൾ സ്വാഭാവികമായിട്ടും ഇത്രയും നാൾ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ ഫിക്സഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റുകളും ആറ്റിറ്റ്യൂഡുകളും നമ്മുടെ വിശ്വാസങ്ങളെയും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. അതിനുവേണ്ടി നമ്മുടെ ഈ മനസ്സിലടിഞ്ഞു കൂടിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഈ മൈൻഡ് സെറ്റിനെ നമ്മൾ റീഫ്രെയിം ചെയ്യണം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പഠിക്കുകയും കൂടുതൽ സ്കില്ലുകൾ നാം നേടിയെടുക്കുകയും ചെയ്തുകൊണ്ട് ഈ നെഗറ്റീവ് തോട്ട്സിനെയും നെഗറ്റീവ് ബിലീഫ്സിനെയും ഒക്കെ മാറ്റിക്കൊണ്ട് അവിടെ പോസിറ്റീവിനെ കൊണ്ട് റീഫ്രെയിം ചെയ്യുക. നമ്മളെല്ലായ്പ്പോഴും സംസാരിക്കുമ്പോൾ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക. എന്നെ കൊണ്ട് ഇനി എന്നെ കൊണ്ടൊന്നും അതിനൊന്നും നിൽക്കണ്ട, എൻ്റെ കാലമൊക്കെ കഴിഞ്ഞു എന്ന രീതിയിൽ സംസാരിക്കാതെ എല്ലാറ്റിലും ഒരു സാധ്യത കാണുകയും പോസിറ്റീവായി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുക. എല്ലായ്പ്പോഴും നമ്മുടെ സക്സസിനെ, നാം വളർന്നുകൊണ്ടിരിക്കുന്നതിനെ, നാം പലതും നേടുന്നതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, നമ്മുടെ മനസ്സിൽ കാണുക. അത് നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുകയും ഒരു ഫിക്സഡ് മൈൻഡിൽ നിന്ന് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ അത് സഹായിക്കും. അപ്പം ഒരു ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഡെയിലി റൊട്ടീൻ നാം രൂപീകരിക്കുക. നമ്മുടെ ഡെയിലി പ്രവർത്തനങ്ങളിൽ, ദിനചര്യകളിൽ ഒരു ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു റൊട്ടീനാക്കി മാറ്റുക. എല്ലായ്പ്പോഴും ഒരു വളർച്ചയെ സൂചിപ്പിക്കുന്ന, വളർച്ചയെ ഓർമ്മപ്പെടുത്തുന്ന, വളരാൻ ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് നമ്മളെ മനസ്സിനോട് പറയുന്ന തരത്തിലുള്ള, മനസ്സിൽ ചിന്ത വരുന്ന തരത്തിലുള്ള ഡെയിലി റൊട്ടീൻ രൂപീകരിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുക. അങ്ങനെ നമുക്കെല്ലാം ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് രൂപീകരിക്കാൻ കഴിയട്ടെ. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വിജയവും സമാധാനവും നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ കഴിയട്ടെ. മാന്യമായ രീതിയിൽ സമൂഹത്തിന് ബാക്ക് ടു സൊസൈറ്റി എന്ന നിലയ്ക്ക് സമൂഹത്തിന് വേണ്ടി കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ എല്ലാ ജീവിതവും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.